നമ്മുടെ തനി മലയാളി ഐഷു ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ചെമ്മീൻ ബിരിയാണി കഴിക്കാനുള്ള പൂതി. ഒന്നും നോക്കിയില്ല, നേരെ പോയി ചെമ്മീൻ വാങ്ങിച്ചു വന്നു ബിരിയാണി ഉണ്ടാക്കാം. എന്നാ പിന്നെ നിങ്ങളും കൂടിക്കോളി. വെളിച്ചെണ്ണയോ നെയ്യോ ഓയിലോ എന്താന്ന് വെച്ചാൽ ആദ്യം പാനിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് സവാള ആദ്യം വറുത്ത് കോരിയെടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. തക്കാളി നിന്നാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങുന്നത്. ആദ്യം തക്കാളി ഇട്ട് തക്കാളി നന്നായി ഒന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് ജസ്റ്റ് റെഡി ആയി വരുമ്പോൾ അമ്പൂ പട്ട ഏലക്ക അങ്ങനെ എന്താ ഉള്ളതെങ്കിൽ അത് ഇട്ടതിന് ശേഷം അത് നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ ഗരം മസാലയും ചേർക്കുക. വേറെ സ്പൈസസ് ഒന്നും അധികം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. ചെമ്മീൻ്റെ ടേസ്റ്റ് കുറച്ച് കയറി നിൽക്കാൻ കുറച്ച് സ്പൈസസ് കുറയ്ക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ടേസ്റ്റ് ഇതിപ്പോൾ കുറച്ച് കുറവാണ്. ഞാൻ സവാളയിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒരിത്തിരി ഉപ്പ് ഞാൻ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിന് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. എന്തായാലും ചെമ്മീൻ വേവാൻ അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഓൾറെഡി ക്ലീൻ ചെയ്ത് ചെമ്മീൻ കിട്ടിയോണ്ട് അത് നന്നാക്കേണ്ട പരിപാടി എനിക്ക് ഉണ്ടായില്ല. നന്നാക്കാന്ന് ഉദ്ദേശിച്ചത് മീൻ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഞങ്ങൾ നന്നാക്കാന്നാ പറയാ മീനൊക്കെ. ചെമ്മീൻ വേവ അധികം സമയത്തിന്റെ ആവശ്യമില്ലല്ലോ. ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചു. 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കും. ഈ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇനി റൈസ് റെഡിയാക്കി എടുക്കാം. ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ഗ്ലാസ് അരിയാണ്. അരി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നെയ്യ് ഒഴിക്കാൻ. നെയ്യ് ചൂടാവുമ്പോൾ ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ്, പട്ട ഐറ്റംസ് ഒക്കെ ചേർത്ത് അരി ഇടയത് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിക്കേണ്ടത്. ഓൾറെഡി സോക്ക് ചെയ്യാൻ അരി വെക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് ഒഴിച്ചാൽ മതി. ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യാറ്. എനിക്ക് കറക്റ്റ് വേവിൽ കിട്ടാറുമുണ്ട്. അരി ഒരു 80% വേവാകുമ്പോൾ തന്നെ നമുക്ക് ഇറക്കാം. ഇനി എന്തായാലും ദം ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ തന്നെ വെള്ളം ഒഴിച്ച് അരി കൂടെ മിക്സ് ചെയ്ത് വേവിച്ചെടുത്തിട്ടും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് പൊതുവേ ദം ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം. അതുകൊണ്ട് റൈസും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ദം ഇടാം. വീഡിയോ എടുക്കലും കുക്ക് ചെയ്യലും ഒക്കെ ഒരാളായതുകൊണ്ട് തന്നെ വീഡിയോക്കകത്ത് പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം ഞാൻ 15 മിനിറ്റ് മാത്രമേ ദം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് നല്ല വിശപ്പും കഴിക്കാനുള്ള കൊതിയും ഉണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നു. പിന്നെ എൻ്റെ അരി അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പം എന്തായാലും ഇനി ഞാൻ ബിരിയാണി കഴിക്കട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.